ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ്. അപ്പോൾ എന്താണ് എല്ലാ പ്രാവശ്യവും ക്രിസ്മസിന് ഈ ഒരു കോസ്റ്റ്യൂം എന്ന് വിചാരിക്കും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിൻ്റെ ബാക്കിയാണ്. ഒരുപാട് ക്ലോത്ത് ഒന്നിച്ചങ്ങനെ വാങ്ങി വെച്ചത്. കാരണം ഈ ഒരു ക്ലോത്ത് ഞാൻ ഒരുപാട് തിരഞ്ഞിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കോട്ടൺ ടൈപ്പാണ് വരുന്നത്. 60 വിടുത്തൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വിടുത്തൊക്കെ ഉള്ള പഞ്ഞ് പോലെയുള്ള ക്ലോത്താണ്. ഞാൻ ഒരു ഓൺലൈൻ പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. റേറ്റോ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല, കാരണം 1 ഇയർ അടുത്തായി. അപ്പോൾ ഞാനിതൊരു 2 മീറ്ററിലാണ് ചെയ്യുന്നത്. അത്രേ ആവശ്യമുള്ളൂ, കാരണം അത്യാവശ്യം നല്ല വിടുത്തുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അത്രയേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 മീറ്ററും വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതും കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഇത്രയും വിടുത്തുള്ള ക്ലോത്ത് കിട്ടൂലേൽ നിങ്ങൾക്ക് 2 മീറ്റർ എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈപ്പിലാണ് ഞാൻ പറയുന്നത്, 2 മീറ്റർ എടുത്തോ. അപ്പോൾ ജസ്റ്റ് ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ ലെങ്ത്താണ്. ഷോൾഡർ ടു എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം 40 ആണെങ്കിൽ അത്രയും കൊടുക്കരുത്, ആ ലെങ്ത്തിൽ നിന്ന് 3 കുറച്ചിട്ട് കൊടുക്കുക. മനസ്സിലായോ? പിന്നെ നമ്മൾ എലാസ്റ്റിക് ത്രെഡ് വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചെസ്റ്റ് അളവ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോത്ത് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അളവ് എത്രയാണോ, 32 ആണ് ഇപ്പോൾ ചെസ്റ്റ് അളവാണെങ്കിൽ അതിൻ്റെ നേരെ ഡബിൾ ക്ലോത്ത് എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെനിക്ക് ഈ വിടുത്ത് വരുന്നത് 30 ഫ്രണ്ടിൽ 30, ബാക്കിൽ 30 വരുന്നത്. അപ്പോൾ ഓക്കെ, കറക്റ്റാണ്. കാരണം ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആകുമ്പോഴത്തേക്കും എലാസ്റ്റിക് ത്രെഡ് വെച്ചാലും എനിക്ക് ഈ ഒരു അളവിൽ കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫുള്ള് ക്ലോത്തിനെ ഞാൻ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് 3 ഇഞ്ച് താഴ്ത്തിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഒരു സ്ക്വയർ പോലെ, അങ്ങനെ സ്ക്വയർ എന്നല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങനെ കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് ഈ ഒരു മാർക്കാണ് നമുക്ക് ആവശ്യമുള്ള, ഈ ഒരു ക്രോസ് ആയിട്ടുള്ള. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ആം ഹോൾ വരുന്നത്, കണ്ടില്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് വേറെയും ബാക്ക് വേറെ ആയിട്ട് കൊടുക്കണം. കാരണം ഇതിപ്പോൾ നമുക്ക് ഒന്നിച്ച് കിട്ടി, ഫ്രണ്ടും ബാക്കും ഒക്കെ നമുക്ക് ഈ ഒരു 4ആയിട്ട് മടക്കുമ്പോഴത്തേക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിടുത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 30 ഈ ഒരു ടോപ്പിൻ്റെ വിടുത്ത് ഇപ്പോൾ വരുന്നത്. ഓക്കെ, ഇത്രയും വിടുത്താണേ വന്നിട്ടുള്ളത്. ആ ഒരു വിടുത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. സ്മോൾ സൈസിലാണേ വരുന്നത്. ഓക്കെ, മീഡിയം ലാർജൊക്കെ ആണെങ്കിൽ ഒരുപാട് വിടുത്തുള്ളത് എടുക്കേണ്ടി വരും, അത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിനെ 4ആയിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതാ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പം 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ലെങ്ത്ത് മാർക്ക് ചെയ്യുക, സ്ലീവിൻ്റെ ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ഭാഗം സ്ലീവിൻ്റെ ലെങ്ത്തും ഇത് ഷോൾഡറിൻ്റെ ഭാഗവും ഇത് ആം ഹോളുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട, ഇത് ലെങ്ത്ത് ഞാനിപ്പോൾ കാണിക്കുന്ന ലെങ്ത്താണ്. അപ്പോൾ എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കുക. ഷോൾഡർ ഉൾപ്പെടെയാണ്, നെക്കിൻ്റെ ഇവിടുത്തെ ഷോൾഡർ ഉൾപ്പെടെയാണ് നമുക്ക് സ്ലീവ് വരിക. മുട്ട് വരെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പം ഞാൻ ചെറിയതാണ് കൊടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് 10 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായല്ലോ, 10 ഇഞ്ച് മാത്രമേ ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ട് വരെ വേണമെങ്കിൽ 14 കൊടുക്കേണ്ടി വരും, എന്നാലേ അത് താഴെ ഇറങ്ങി നിൽക്കുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ചെറുതാണ് വരിക, ഇതിങ്ങനെ ഫ്രില്ലായിട്ടൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആം ഹോളുമാണ് വരുന്നത്. അതെങ്ങനെയാണ് കൊടുക്കുന്നതെല്ലാം നോക്കാം. ഇനി ജസ്റ്റ് ഇതേപോലെ ഈ ഒരു ഭാഗവും കൂടി ഈ ലെങ്ത്ത് വൈസ് നമ്മൾ മാർക്ക് ചെയ്തത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ എടുക്കുമ്പോഴാണ് മടക്കാനും വയ്ക്കാനൊക്കെ ഈസി. ജസ്റ്റ് ഇവിടുന്ന് താഴത്തേക്ക് ഒരു 5 ഇഞ്ച് ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഫ്രില്ലിലേക്കാണ് പോവുക. നമ്മളിപ്പോൾ ഈ എടുക്കുന്നതൊക്കെ ഫ്രില്ലിൽ പോവുക ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നോർമലി ഒരു 3 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, ഇത്രയും പോരാ, നമുക്ക് ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രില്ല് കിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രില്ല് കിട്ടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എലാസ്റ്റിക്കാണ് വെക്കുന്നത്. എന്നിട്ടും ഞാനൊരു 3 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പോൾ ഇരിക്കുന്നത് മുഴുവൻ നമുക്ക് ഫ്രില്ലിലേക്ക് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ടോപ്പിൽ കട്ട് ചെയ്ത് ആ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ആം ഹോൾ വരുന്ന ഭാഗം ജസ്റ്റ് ഇവിടെ ഈ ഒരു 3 ഇഞ്ചിൽ നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ താഴത്ത് കട്ട് ചെയ്തിട്ടില്ലേ, മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് ഇങ്ങനെ ഷോൾഡർ ഉൾപ്പെടെ നെക്ക് ഉൾപ്പെടെ വരുന്നൊരു സംഭവം, ഇത് ആം ഹോളിൻ്റെ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത്രയാണ് നമുക്ക് എന്താവുക, ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം വരുന്നത്.
നിങ്ങൾക്ക് കുറച്ചുകൂടെ താഴ്ത്തി കൊടുക്കാം. അപ്പോൾ അത്രയും നെക്കിൻ്റെ അവിടെ അത്രയും ഫ്രില്ല് വരും. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസ് ഇതേപോലെ ജോയിൻ്റ് ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടും. ഈ ഒരു സംഭവം നമ്മൾ ഫ്രില്ലിടുമ്പോഴത്തേക്ക് ചെറുതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ചെറിയ സ്ലീവാണേ വരുള്ളൂ. നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും. 10 എടുത്തതെങ്കിലും ചെറുതേ വരുള്ളൂ, ഷോൾഡർ ഉൾപ്പെടെ വരുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. എളുപ്പമാണ്. ഇത്രയും കട്ടിംഗ് ഒക്കെ ഇത്രയേ ഉള്ളൂ. സ്റ്റിച്ചിൽ എലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, മേലെ ഇരിക്കുന്ന ഭാഗം മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് തയ്ക്കണം. ആദ്യം അത് തയ്ച്ച് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തയ്ച്ച് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് എത്ര വരെ എലാസ്റ്റിക് ത്രെഡ് ഇടണം എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, അത് മാർക്ക് ചെയ്യാം. ഞാനൊരു 8 ഇഞ്ച്, ഓക്കെ, 8 ഇഞ്ച് 9 ഇഞ്ചൊക്കെ മതിയാവും. നല്ല ഹൈറ്റുള്ള ആളാണെങ്കിൽ മാത്രം 10 പോയാൽ മതി. അല്ലാത്തത് 8, 9 ആ ഒരു റേഞ്ചിലേ ആവശ്യമുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് വരച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ഇവിടെ വരയ്ക്കുക നമുക്ക് എന്താക്കണ്ടുള്ളൂ, ഈ എലാസ്റ്റിക് ത്രെഡ് കൊടുക്കേണ്ട ആവശ്യം വരുന്നു. 8 ഇഞ്ച് അങ്ങനെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരുപാട് ഹൈറ്റുള്ള ആൾക്കാർക്ക് പിന്നെയും കൂടുതൽ ആവശ്യം. ഇത് ആണ് എലാസ്റ്റിക് ത്രെഡ് എന്ന് പറയാൻ സംഭവം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. എന്താ പറയുക, വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്കിത് യൂസാകുന്ന ഒരു സാധനമാണ്. അങ്ങനെയൊന്നും തീരുകയില്ല. ഒരു ബണ്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം എത്തും. അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ മോശമാവുകയില്ല. അത് നമ്മൾ ബോവിനിൽ ഇതേപോലെ കൈവച്ച് ഇങ്ങനെ എന്താ പറയുക, ഇതേപോലെ ചെയ്ത് കൊടുക്കണം. മെഷീനിലൊന്നും കറക്കി എടുക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ കൈ വെച്ചിട്ട് പതിയെ എന്താ പറയുക, ഒരുപാട് വലിക്കാണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സംഭവം നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. എലാസ്റ്റിക് ത്രെഡ് എന്ന് പറഞ്ഞാൽ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എല്ലാ മെഷീനിലും നമുക്കിത് ചെയ്യാം. അങ്ങനെ ഇന്ന മെഷീനില്ല. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റും ഇതൊക്കെ വരാൻ പോകുന്നത് ഇന്ന മെഷീനിലും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഏത് മെഷീനിലും നിങ്ങൾ ചെയ്തോ, ജെനോമിയിലും ജുക്കിയിലും നോർമലിലും ഏതിൽ വേണേലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതേപോലെ ചെയ്തെടുത്താൽ മതി എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ. അതുകൊണ്ടാണിത് എന്താ പറയുക, സ്ലോ ഒന്നും ആക്കിയിട്ടുമില്ല. എന്താ പറയുക, കട്ട് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് ഇതിലിനി ഒരു ഡൗട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഒരുപാട് വീഡിയോ ഇതിനെ ചെയ്തിട്ടുണ്ട്. എത്ര വീഡിയോ ചെയ്താലും ഈ ഒരു സംഭവത്തിൽ ഡൗട്ട് തീരണില്ല. എല്ലാവർക്കും കുറച്ച് ഡൗട്ട് കൂടുതലാണ്. ഇത് എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. എനിക്കിത് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ ശീലമായി, കണ്ടില്ലേ. അപ്പോൾ നൂല് എങ്ങനെയാണോ നമ്മൾ ബോബിനിലിടുന്നത് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഒന്ന് ലൂസാക്കണേൽ അവിടെയുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ആ ഒരു നെറ്റ് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യണേ മാത്രം. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. എപ്പോഴൊന്നും അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നൂലെങ്ങനെയാണോ ഇടുന്നത് അതേപോലെ തന്നെ ഈ ഒരു ബോബിൻ അവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ അടിയിൽ നിന്ന് നൂലിങ്ങനെ വലിക്കൂലേ, അതേപോലെ വലിച്ചെടുക്കുമ്പോൾ ഈ എലാസ്റ്റിക് പുറത്തേക്ക് ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഇനി ബാക്കി ഇരിക്കുന്നതൊക്കെ നമ്മൾ സാധാ തയ്ക്കുന്ന അതേ സംഭവം തന്നെയാണ്. പിന്നെ തയ്ക്കുമ്പോൾ പ്രത്യേകം നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോശം വശം താഴത്തും നല്ല വശം മേലെയും തന്നെ ഇരിക്കണം, തിരിഞ്ഞു പോകരുത്. കാരണം സ്റ്റിച്ച് നമുക്ക് ഇതേപോലെയാണ് വരേണ്ടത്. പിന്നെ ഇതിൻ്റെ ടെൻഷൻ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ലൂസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മളെ സ്റ്റിച്ച് പോലെ ഇരിക്കുക. സ്റ്റാർട്ടിങ്ങിൽ അത് നമുക്ക് മനസ്സിലാവില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നോക്കണം അത് ലൂസിലാണോ ഇരിക്കുന്നത്, നമ്മൾ ആ ഒരു ത്രെഡ് എങ്ങനെയാണോ വന്നിട്ടുള്ളത്, ടൈറ്റായിട്ടാണോ നമ്മൾ ഈ എലാസ്റ്റിക് അവിടെ ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിലേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്യണേ, ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ലൂസ് ചെയ്യണേ ഒന്ന് ലൂസ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അത് ഭയങ്കരമായിട്ട് ലൂസായിട്ട് പോകുന്നത്. ലൂസാണെന്ന് തോന്നുമ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ അതും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിച്ച് ഏത് സൈസിൽ വേണമെന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും എന്ത് ചെയ്യുക, ഒന്ന് ചെറുതാക്കിയിട്ട് കൊടുക്കുക. അതൊക്കെ നോക്കിയിട്ട് ഒരു ലൈന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇതാണ് നമുക്ക് വേണ്ട അളവ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ലെവലിൽ പിന്നെ അങ്ങനെ തയ്ച്ച് പോയാൽ മതി. എന്തായാലും ഒരു 6, 7, 8 ലൈന് നമുക്ക് ആവശ്യം വരും. ഒരു ലൈനിലൊന്നും ഇത് തീരൂല. കാരണം നമ്മൾ 8 ഇഞ്ച് ലെങ്ത്ത് എടുത്തല്ല. അപ്പോൾ ഓരോ ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണെങ്കിൽ 8 ലൈന് നമുക്ക് വരും. അപ്പോൾ അത് നോക്കി തയ്ക്കുക. എല്ലാം എന്താ പറയുക, ലൈന് വെച്ചിട്ട് വരച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ഒരു അളവ് വെച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്തു പോകാം. ഞാനങ്ങനെ ലൈനൊന്നും വരയ്ക്കാറില്ല. ഒരളവ് വെച്ച് സുമാറ് കണക്കിന് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിടുക ചെയ്യുന്നത്.
ഇപ്പോൾ ഗ്യാപ്പ് നോക്കി നോക്കി ചെയ്യാം. ഒരുപാട് അടുത്തടുത്ത് ഗ്യാപ്പ് വെക്കണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ട് 1 ഇഞ്ച് തന്നെ നല്ലത്. 1 ഇഞ്ചൊക്കെ ഗ്യാപ്പൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ പറയുക വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ വല്ലാണ്ട് ടൈറ്റായ പോലെ തോന്നും. കണ്ടില്ല, ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര ചെറുതുപോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ നല്ലതായിട്ട് വലിയും. ഓക്കെ, എലാസ്റ്റിക് ത്രെഡ് ആയതുകൊണ്ട്. അപ്പോൾ 2 ഭാഗത്തും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് 2 പീസ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗമാണ് വരുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് ഈ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ മേലെ, അത് നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 1/4 ഇഞ്ച് എലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പ് കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഈ ഒരു സൈസ് ഇരിക്കുന്ന എലാസ്റ്റിക് ത്രെഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം നോക്കുക. അപ്പോൾ അതേപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അങ്ങനെ 2 എലാസ്റ്റിക് ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. അത് ഇറങ്ങിക്കിടക്കും, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത് കുറച്ച് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറാവുന്ന, നെക്ക് ഇങ്ങനെ താഴ്ന്നു പോകുന്നതുകൊണ്ട് ഞാൻ 5 ഇഞ്ചേ എടുത്തിട്ടുള്ളൂ. ബേബീസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഈ ഒരു സംഭവം ഒരുപാട് ലെങ്ത്ത് എടുക്കാണ്ട് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഈ 2 സൈഡിലും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതേപോലെ എടുക്കുക, ഈ സൈഡ് ലോക്ക് ചെയ്യുക, ഈ സൈഡിൽ ലോക്ക് ചെയ്യുക, അങ്ങനെ 2 സൈഡ് ലോക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 ഭാഗത്തും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗത്ത് ഞാൻ എലാസ്റ്റിക് ത്രെഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 ലൈൻ എലാസ്റ്റിക് ത്രെഡ് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ 2 ലൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കും അതൊരു പഫ് പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടീന്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ മെയിൻ ടോപ്പിൻ്റെ ഫാബ്രിക്കിൽ അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം, ഷോൾഡറിൻ്റെ അവിടെയും ഈ ആം ഹോളിൻ്റെ അവിടെയും. അപ്പോൾ നല്ല വശമാണ് എടുത്തിട്ടുള്ള. ഈ ഒരു ക്ലോത്തിന് നല്ല വശം എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ചെരിഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ നമ്മൾ ആം ഹോള്, അത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ നല്ല വശം ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സ്ലീവിൻ്റെ ഭാഗത്തുള്ള നല്ല വശം ഉണ്ടല്ലോ, അത് ഇതേപോലെ നല്ല വശം എടുക്കുക. ഈ ഒരു കോണ് ഇതിൻ്റെ കോണിലേക്ക് കറക്റ്റായിട്ട് വെക്കുക, അതാണ് മെയിൻ. കറക്റ്റ് കോൺ അതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ വെച്ചൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി. ഇതേപോലെ വയ്ക്കുക, ഒന്ന് തയ്ക്കുക. അങ്ങനെ 2 ഭാഗത്തും ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മേലെ നെക്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കോണ് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പക്ക ഫിനിഷിംഗ് ആയിരിക്കും, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ അതേപോലെ ഒരു ഭാഗം കൊടുത്ത് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് വീണ്ടും കൊടുക്കണം. അതും നമ്മൾ എന്ത് ചെയ്യുക, നല്ല വശം തന്നെ വെച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഡൗട്ടാവും. കണ്ടില്ലേ, ഇതേപോലെ ഇതിപ്പം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ മേലെ ഫേസ് ടു ഫേസ് നല്ല വശം വെച്ചിട്ട് ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ചെയ്യാം. ഈ ഒരു ഭാഗം ഇതേപോലെ എടുത്തിട്ടും ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ 2 ഭാഗവും ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. നല്ല ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡൗട്ടൊന്നും വരണ്ട. കണ്ടില്ലേ, ഈ റൗണ്ടായിട്ടും സ്ക്വയറായിട്ടൊക്കെ തോന്നുന്ന പോലെയാണ്. കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ള. 2 ഭാഗത്ത് സ്ലീവും കാര്യങ്ങളും നെക്കും ഷോൾഡറും എല്ലാം ഈ ഒരു പീസിലായിട്ടുണ്ട്. ഓക്കെ, ഇനി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ എടുക്കുക, കറക്റ്റായിട്ട് ആം ഹോളൊക്കെ വെച്ച് നോക്കി അങ്ങനെ ഷേപ്പ് ചെയ്ത് പോയാൽ മതി. ഇതിലിനി വേറെ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങനെ ഷേപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇത് കിഡ്സിൻ്റെയിലൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും, അല്ലാണ്ട് ചെയ്താലും ഭംഗി തന്നെ ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇതിൻ്റെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പല മോഡൽസിലും എനിക്ക് നല്ല നല്ല ക്ലോത്തൊക്കെ കാണുമ്പോൾ അത് ചെയ്യണം തോന്നുമ്പോൾ ഈ ഒരു ടൈപ്പ് ചെയ്യണം തോന്നുമ്പോൾ അങ്ങനെ ചെയ്യും. അതും വീഡിയോ ഇടാറുണ്ട്. ഈ ഒരു മോഡൽ അത്ര പുതുമയായിട്ടുള്ള മോഡലല്ല, മുന്നേ ചെയ്ത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ക്ലോത്തിൽ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല എന്നൊരു തോന്നൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മോഡൽ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. സിമ്പിളായിട്ട് ചെയ്ത സംഭവം. എലാസ്റ്റിക് ത്രെഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാർക്ക് ഡൗട്ട് തന്നെയാണ്. അപ്പോൾ ഇതിലെങ്കിലും ആ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യുക. ബേബീസിൻ്റെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്താ പറയുക, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. എന്തെങ്കിലും റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയയ്ക്കുക, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.